ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന പാർട്ടി വെയർ ആയിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ സാറ്റിൻ്റെ മെറ്റീരിയലും 2 മീറ്റർ നെറ്റിൻ്റെ മെറ്റീരിയലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള സാറ്റിൻ്റെ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. 15 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 1.5 ഇഞ്ച് മുകൾ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ഉള്ളത് ആ ഒരളവാണ് മുകളിൽ തയ്യൽ തുമ്പായിട്ട് എടുക്കേണ്ടത്. ഞാൻ 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 42 ഇഞ്ചാണ്. ഈ തുണിയുടെ മുകൾ ഭാഗത്ത് 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തുണിയിൽ 1.5 ഇഞ്ച് ഫുള്ളായി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആദ്യം 1/2 ഇഞ്ചും പിന്നീട് 1 ഇഞ്ചും ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 16.5 ഇഞ്ചാണ്. 16 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1/2 ഇഞ്ച് ഇതിൻ്റെ മുകൾ ഭാഗം പ്ലീറ്റ്സ് ഇട്ട് മുകളിലേക്ക് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 16.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് 5 മീറ്ററോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ലൈനിങ് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ലൈനിങ് തുണിയുടെ നല്ല വശത്തേക്ക് ഈ നെറ്റിൻ്റെ തുണിയുടെ മോശം വശമാണ് ചേർത്ത് വെക്കേണ്ടത്. എന്നിട്ട് ഈ പ്ലീറ്റ്സ് ഇട്ട ഈ 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് ഈ ലൈനിങ് തുണിയുടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തതിൽ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പിൽ താഴേക്ക് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ ആ ഒരളവാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് എടുക്കുന്നത് കൊണ്ടാണ് ആ 1 ഇഞ്ച് ഇവിടെ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൽ നിന്നും 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ചെസ്റ്റ് അളവ് വരുന്നത് 20 ഇഞ്ചാണ്. അതിൽ നിന്നും 3 ഇഞ്ച് മൈനസ് ചെയ്ത് 18 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 സൈഡിലൂടെയും ഒരു സ്റ്റിച്ച് ഇട്ട് ഈ എലാസ്റ്റിക് ഇവിടെ ഫിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എലാസ്റ്റിക് വരുന്ന ഭാഗം ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് ലൈനിങ് തുണിയും ഈ നെറ്റിൻ്റെ തുണിയും സെപ്പറേറ്റ് ആയിട്ടാണ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് തുണിയുടെ തായ് ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു സ്ട്രാപ്പിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡിലേക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 സൈഡിലേക്കും കൂടെ 6 ഇഞ്ച് വരും. പിന്നെ 1.5 ഇഞ്ച് വീതം 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ടോട്ടൽ 9 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണിയുടെ പീസിനെ നല്ല വശം ഉള്ളിലാവുന്ന പോലെ ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കാം.
ഇതുപോലെ 2 സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്ത് നല്ല വശം മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നെറ്റിൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ്, നീളം 42 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരളവിലുള്ള 2 പീസ് തുണി വേണം 2 സ്ട്രാപ്പിനും വേണ്ടിയിട്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളറിലുള്ള നെറ്റിൻ്റെ പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്, നീളം 36 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നെറ്റിൻ്റെ പീസ് തുണിയിലും നേരത്തെ ചെയ്ത പോലെ സെൻറ്റർ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ 2 കളറിലുള്ള നെറ്റിൻ്റെ പീസ് തുണിയും പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് സെൻറ്റർ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒന്നാക്കി എടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രാപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ട്രാപ്പിൻ്റെ 2 അറ്റത്ത് നിന്നും 1.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഈ ഒരു നെറ്റിൻ്റെ പീസ് തുണി വെച്ച് ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ 2 സ്ട്രാപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 1.5 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഈ ഒരു ഫ്രോക്കിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ 2 സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ഞാൻ നെറ്റിൻ്റെ പീസ് തുണി കൊണ്ട് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി ഈ ഒരു ഫ്രോക്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.